പെൻഷൻ മുടക്കിയ കേന്ദ്ര സർക്കാരിനെതിരെയാകണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെന്ന് പത്തനംതിട്ട LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വാർത്താമുറിയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകാനുള്ള പണം മുഴുവനായി നൽകിയാൽ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ നൽകാൻ സാധിക്കൂ കേരളത്തിനെന്നും 13,608 കോടി രൂപ നൽകാനുണ്ട് കേന്ദ്ര സർക്കാർ എന്നും സുപ്രീം കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ കേസ് പിൻവലിച്ചാൽ തരാമെന്ന് കേന്ദ്രം പറഞ്ഞു. ആ പണം മുഴുവൻ കിട്ടിയാൽ 1 രൂപ പോലും കുടിശ്ശികയില്ലാതെ ക്ഷേമ പെൻഷൻ നൽകാൻ സാധിക്കുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. പെൻഷൻ തുക 1,200 ആക്കി വർദ്ധിപ്പിച്ചപ്പോൾ എല്ലാ മാസവും പെൻഷൻ നൽകണമെന്നായിരുന്നു സർക്കാരിന്റെ ആഗ്രഹം. അതിനായി ഒരു കമ്പനി ഉണ്ടാക്കി. സർക്കാരിന്റെ കയ്യിൽ ഒരു മാസം പണം ഇല്ലെങ്കിലും ആ കമ്പനിയിൽ നിന്നും വായ്പയെടുത്ത് പെൻഷൻ കൊടുക്കും. അങ്ങനെയാണ് 3 വർഷവും മുടങ്ങാതെ പെൻഷൻ കൊടുത്തിരുന്നത് അത്രേ. ഇതിനായി ഈ കമ്പനി മൊത്തം 13,000 കോടി രൂപ കൈ വായ്പ എടുത്തിട്ടുണ്ട്. എല്ലാ മാസവും സർക്കാർ അത് തിരിച്ചു കൊടുക്കാറുമുണ്ട്. 8,000 കോടി രൂപ അത്തരത്തിൽ തിരിച്ചടച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ കേന്ദ്രം പെൻഷൻ തരാനുള്ള വിഹിതം ഒരുപാടാണ്. ചില നേരങ്ങളിൽ നമ്മൾ സർക്കാരിനെ കൂടുതലും ഒറ്റപ്പെടുത്താറുണ്ട്. അങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ ഓർക്കുക, കേന്ദ്രം നമുക്ക് എന്താണ് ചെയ്യുന്നത്. ഒരുപക്ഷെ കേന്ദ്രം സഹകരിച്ചാൽ കേരളം ഇതുപോലുള്ള ഒരു അവസ്ഥയിൽ നിൽക്കില്ല. കേരളത്തിന് കുറച്ച് ദൂരത്തും കേന്ദ്രം കൊടുക്കാനുള്ള വിഹിതം കൊടുത്തു കഴിഞ്ഞാലും തീരാവുന്ന പ്രശ്നം മാത്രമേ ഇപ്പോൾ നമുക്കിടയിലുള്ളൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ. This program sponsored by Dark Brown Paint Supermarket.